സൂത്ര, ആനസാറ് വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. നീ എന്തെങ്കിലും വികൃതി ഒപ്പിച്ചോ? സത്യം പറ. ഷേരുവിനോട് ചോദിച്ചാൽ സത്യം പറയും. ഷേരു, സൂത്രൻ എന്തെങ്കിലും വികൃതി ഒപ്പിച്ചോ? അത് ഒരു കഴുതക്കുട്ടിയുടെ തല പൊട്ടി. സൂത്രൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? സൂത്രൻ കഴുതക്കുട്ടിയെ കെട്ടിയിട്ടു, അത്രേ ചെയ്തുള്ളൂ. കെട്ടിയിട്ടാൽ തല മുറിയുമോ? സത്യം പറ. കെട്ടിയിട്ടതേയുള്ളൂ, വേറൊന്നും ചെയ്തില്ല. അതല്ല, വെറുതെ കെട്ടിയിട്ടാൽ തല മുറിയില്ല. വള്ളി കൊണ്ട് കെട്ടി താഴേക്കിട്ടാൽ തല മുറിയും സൂത്രന്റെ അമ്മേ. താമസിക്കാൻ ഒരു ഗുഹ കാണിച്ചു തരാമെന്ന് താൻ പറഞ്ഞതല്ലേ? അത് ഒഴിഞ്ഞ ഗുഹ ഒന്നും ഒത്തു വന്നില്ല ചേട്ടാ. ഒത്തു വന്ന ഗുഹയൊന്നും ഒഴിഞ്ഞ ഗുഹയല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് താനൊരു ഗുഹ കാണിച്ചേ തീരൂ. നേരത്തെ കാണിച്ചതൊന്നും ചേട്ടന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യും. അത് എന്റെ ഇഷ്ടം. ഗുഹ കാണിച്ചു തരേണ്ടത് തന്റെ ചുമതല, മനസ്സിലായോ? കടുവ വർഗത്തിൽ ഇങ്ങനെയും കുറെ കുരുത്തം കേട്ടവന്മാരുണ്ട്. ഭാഗ്യത്തിന് ഞാൻ കുരുത്തം കേട്ടിട്ടില്ല അല്ലേ സൂത്ര? ഇനി ഒരു ഗുഹ കാണിച്ചു കൊടുക്കണം. ഗുഹയൊന്നും കിട്ടാനുമില്ല. ഐഡിയ, ഗുഹ വരച്ചു കാണിക്കാം. പാറയിൽ ഗുഹ പോലെ വരയ്ക്കാനോ? അതൊക്കെ കണ്ടാൽ ആരും തിരിച്ചറിയും. അങ്ങേർക്ക് കാഴ്ച കുറവാ, പിന്നെ കുറെ അകലെ നിന്നേ കാണിക്കൂ. ചെറിയ തുള വരച്ചാൽ മതി ചേട്ടാ. അങ്ങേര് എന്തായാലും നോ പറയൂ. പേരിനൊരു ഗുഹ കാണിക്കണം, അത്രേ ഉള്ളൂ. ശരി, വരച്ചു തരാം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കരുത്. സൂപ്പർ, കറക്റ്റ് ഗുഹ പോലെ തോന്നുന്നു. ഇനി ഇതൊരു കുന്നിൽ കൊണ്ട് വെക്കണം. വലിച്ചിഴച്ചാലോ? സഹായത്തിന് ഏതെങ്കിലും ആനയെ വിളിക്കാം. ദാ ഇവിടെ വെച്ചോ. ഹിഹി, കറക്റ്റ്. ഇനി ഞാൻ ആ കടുവച്ചാരെ വിളിച്ചിട്ട് വരാം. താഴെ നിർത്തി കാണിക്കാം, ഇങ്ങോട്ട് കേറ്റില്ല. ഹിഹി. ഈ സൈഡിലൂടെയാണോ വരുന്നത്? അങ്ങോട്ട് കയറി വിഷമിക്കേണ്ട ചേട്ടാ, താഴെ നിന്ന് കാണിക്കാം. തിരിച്ചോ? ഇപ്പുറത്തേക്ക് നടന്ന് വിഷമിക്കണ്ട, ഗുഹ തിരിച്ചു വെച്ച് കാണിക്കാം. ശരു, വിട്ടോ, ആനച്ചേട്ട പിന്നാലെ ഉണ്ട്. ഓടാൻ പോയിട്ട് നടക്കാൻ കൂടി വയ്യ സൂത്ര. മുള്ളു കൊണ്ടതാ, ഒരടി നടക്കാൻ വയ്യ. ഒന്ന് ശ്രമിച്ചു നോക്ക് ശരു, അങ്ങേരിപ്പോ ഇങ്ങെത്തും. നടപ്പില്ല. എങ്കിൽ ഷേരുവിന്റെ കാര്യം പോക്കാം. തൽക്കാലം സ്വന്തം തടി നോക്കാം, അതാ ബുദ്ധി. അയ്യോ, താൻ പോവുകയാണോ? എന്നെ കൊണ്ടുപോ സൂത്ര. അയ്യോ, എത്തി. അമ്മടാ, എന്നോട് കുസ്തിക്കാണോ? അല്ല ചേട്ടാ, ഓടി രക്ഷപ്പെടാൻ പറ്റാഞ്ഞിട്ടോ. നടക്കാൻ വയ്യ, ചേട്ടൻ എന്നെ തട്ടിക്കോ. പാവം, ഷേരുവിന്റെ കഥ തീർന്നു കാണും. അയ്യോ, കാലൊളിക്കേ, എന്നെ കൊണ്ടുപോകണേ. പാവം, ഒളിക്കിയതാണെങ്കിൽ ഞാൻ ചവിട്ടി തിരുമ്മി ശരിയാക്കാം. ഓനച്ചേട്ടൻ ഇത്ര നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല.